നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേ സൈലൻസ് ആരംഭിക്കാം. സ്വാഗതം. ഏങ്ങണ്ടിയൂരിലെ ദളിത് യുവാവായ വിനായകന്റെ മരണത്തിൽ പ്രതികളായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്താൻ തെളിവില്ലെന്ന് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി കോടതിയിൽ റിപ്പോർട്ട് നൽകി. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി VA ഉല്ലാസാണ് റിപ്പോർട്ട് നൽകിയത്. കൊടുങ്ങല്ലൂരിലെ കോട്ടപ്പുറം മേഖലയിൽ പൂട്ടിക്കിടക്കുന്ന വീടുകളിൽ മോഷണം നടത്തിയ പ്രതി അറസ്റ്റിൽ. പുതുക്കാട് സ്വദേശി കരയാം വീട്ടിൽ വിനോദിനെയാണ് ഇരിഞ്ഞാലക്കുട ഡിവൈഎസ്പി KG സുരേഷ്, കാട്ടൂർ ഇൻസ്പെക്ടർ ER ബൈജു എന്നിവരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പിടികൂടിയത്. നഗരസഭ അധികൃതരുടെ അനാസ്ഥയെ തുടർന്ന് ചാലക്കുടി ഇൻഡോർ സ്റ്റേഡിയം കോമ്പൗണ്ട് അനധികൃത പാർക്കിംഗ് കേന്ദ്രമായി മാറിയതായി ആക്ഷേപം. അന്താരാഷ്ട്ര നിലവാരത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച സ്റ്റേഡിയം ഇതുവരെയും കായിക താരങ്ങൾക്ക് നഗരസഭ വിട്ടുകൊടുത്തിട്ടില്ല. ഡാമിലെ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി വ്യാഴാഴ്ച 12 മുതൽ 5 വരെ ചിമ്മിനി ഡാമിന്റെ സ്ലൂയിസ് വാൽവ് തുറന്ന് വെള്ളം ഒഴുക്കിവിട്ടു. സെക്കൻഡിൽ 6.36 ഘനമീറ്റർ എന്ന തോതിലാണ് കുറുമാലിപ്പുഴയിലേക്ക് ജലം ഒഴുക്കിവിട്ടത്. ഈ വർഷത്തെ ഓണപരീക്ഷയുടെ തീയതി വിദ്യാഭ്യാസ വകുപ്പ് പ്രഖ്യാപിച്ചു. ഓണപരീക്ഷ സെപ്റ്റംബർ 3 മുതൽ 12 വരെ നടക്കുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. കൊടകര സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ സാരംഗ് 2024 തുടക്കമായി. 2 ദിവസം നീണ്ടു നിൽക്കുന്ന കലയുടെ ഉത്സവത്തിന് മാതൃസമിതി വെൽഫെയർ സമിതി പ്രസിഡന്റുമാരായ വിജിഷ അനിൽ, TS മനോജ് കുമാർ എന്നിവർ ദീപചലന കർമ്മം നിർവഹിച്ചു. പ്രശസ്ത ഗായകനും സംഗീത സംവിധായകനുമായ ശ്രുതിനാഥ് M രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജയിൽ ശിക്ഷ അനുഭവിച്ച മാളയിലെ സ്വാതന്ത്ര്യ സമര സേനാനി MT ലാസർ മാസ്റ്റർ അനുസ്മരണ സമ്മേളനം ഓഗസ്റ്റ് 11 നടത്തും. വൈകിട്ട് 4:30 മാള KSRTC ബസ് സ്റ്റാൻഡിന് സമീപം ജോസഫ് മേരി സാംസ്കാരിക വേദിയിൽ സംഘടിപ്പിക്കുന്ന സമ്മേളനം MLA അഡ്വക്കേറ്റ് VR സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. ദേശീയ ജലപാത വികസനത്തിന്റെ ഭാഗമായി ജില്ലയിലെ ആദ്യത്തെ ബോട്ട് ജെട്ടി നിർമ്മാണം കയ്പമംഗലത്ത് കനാലിന്റെ തീരത്ത് ആരംഭിച്ചു. പെരിഞ്ഞനം കയ്പമംഗലം പഞ്ചായത്തുകൾ അതിർത്തിയിൽ കാക്കാതുരുത്തി പാലത്തിന് സമീപമാണ് ബോട്ട് ജെട്ടി നിർമ്മിക്കുന്നത്. മേലടൂർ സൗഹൃദ വയോജന ക്ലബിന്റെ നേതൃത്വത്തിൽ പൊതുജനങ്ങൾക്കായി സൗജന്യ ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് നടത്തി. അന്നമനട പഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് PK മോഹനൻ അധ്യക്ഷനായിരുന്നു. പുല്ലൂറ്റ് VK രാജൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രതിഭാ സംഗമവും അവാർഡ് ദാനവും നടന്നു. PTA നേതൃത്വത്തിൽ UAE പുല്ലൂറ്റ് അസോസിയേഷന്റെ സഹകരണത്തോടെ നടത്തിയ സംഗമം വാർഡ് കൗൺസിലർ അനിത ബാബു ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് TA നൌഷാദ് അധ്യക്ഷത വഹിച്ചു. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേ സൈലൻസ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.